എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉള്ളിക്കൃഷിയുടെ നടീൽ രീതിയും അതിൻ്റെ വിളവെടുപ്പും തത്സമയമാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ 2-3 മാസം കൊണ്ട് വിളവെടുക്കാവുന്നതാണ്. ഇതിന് കാര്യമായിട്ട് രോഗബാധകളൊന്നും പിടിപെടാറില്ല. കൂടാതെ ഒരു ഉള്ളിയിൽ നിന്നും 10-12 ഉള്ളി വരെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലത്തെ തെർമോക്കോളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന തെർമോക്കോൾ ഇനി കളയേണ്ട ആവശ്യമില്ല. കൃഷിക്ക് ഒരുപാട് നല്ലതാണ്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന ചെടിച്ചട്ടിയേക്കാൾ ഒത്തിരി നല്ലതാണ് ഇതുപോലത്തെ തെർമോക്കോൾ. ഇതുപോലത്തെ തെർമോക്കോൾ ഇല്ലെങ്കിൽ സിമന്റ് ജാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ കൃഷി ചെയ്യാം. ഈ തെർമോക്കോളിൻ്റെ അടിവശത്ത് 3-4 ഹോൾ ഇട്ട് കൊടുത്താൽ മതി. തെർമോക്കോൾ ആയതുകൊണ്ട് ഹോൾ ഇടാൻ വളരെ എളുപ്പമാണ്. ഒരു കമ്പിയോ വടിയോ വെച്ച് വെറുതെ കുത്തിക്കൊടുത്താൽ മതി. ഇപ്പോൾ മഴക്കാല സമയമായതുകൊണ്ട് ആദ്യം നമുക്കിതിലേക്ക് പേപ്പർ കഷ്ണങ്ങൾ ധാരാളം ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് വരുന്ന വെള്ളം വലിച്ചെടുത്തോളും. ഞാനിവിടെ കാർഡ്ബോർഡ് കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാർഡ്ബോർഡ് കഷ്ണം ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കരികില ഇട്ട് കൊടുക്കാം. ഈ മഴക്കാല സമയത്ത് കരികില എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കൂടുതൽ പച്ചിലകൾ ഇട്ട് കൊടുത്താൽ മതി. പച്ചിലകളിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിക്കൃഷിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നൈട്രജൻ അടങ്ങിയ വളമാണ്. ഞാനിവിടെ ശീമക്കൊന്നയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ശീമക്കൊന്നയുടെ ഇലയിൽ ചാണകത്തിന് തുല്യമായ നൈട്രജൻ കണ്ടന്റ് ഉള്ളവയാണ്. ചാണകപ്പൊടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പച്ചില ഇട്ട് ഉള്ളി നട്ടാൽ നന്നായിട്ട് വിളവ് കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കിച്ചൺ കമ്പോസ്റ്റാണ്. അതായത് നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ചേർത്തുള്ള കമ്പോസ്റ്റാണിത്. ഈ കിച്ചൺ കമ്പോസ്റ്റിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ഇതുപോലത്തെ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറ് ചേർത്തും നമുക്ക് കൃഷി ചെയ്യാം. അല്ലെങ്കിൽ നോർമൽ മണ്ണിലും കൃഷി ചെയ്യാം. പക്ഷേ കുറച്ച് വളക്കൂറുള്ള മണ്ണാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇനി നമുക്ക് ഉള്ളി പാകി കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ഉള്ളി എടുത്താൽ മതി. അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഉള്ളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് ശോഷിച്ച് മുളച്ച് വന്ന ഉള്ളികളോ അല്പം കേടായ ഉള്ളികളോ ഒക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പം കിട്ടും. അതൊക്കെ നമുക്ക് നട്ടു വെക്കുന്നതിന് കുഴപ്പമില്ല. അതിൽ നിന്നൊക്കെ നന്നായിട്ട് ഉള്ളിയുടെ തണ്ട്, അതായത് സ്പ്രിംഗ് ഒണിയൻ വലുതായി വരുമ്പോൾ മുറിച്ച് തോരൻ വെക്കാനും അതുപോലെ സൂപ്പിലും ഫ്രൈഡ് റൈസിലും ഒക്കെ ചേർത്താൽ അടിപൊളി ടേസ്റ്റാണ്. കൂടാതെ നല്ല ഫ്ലേവറും കിട്ടും. പക്ഷേ ഉള്ളിക്ക് വേണ്ടിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നല്ല ആരോഗ്യമുള്ള കേടില്ലാത്ത ഉള്ളി നോക്കി നട്ടു കൊടുക്കണം. അതിനായിട്ട് ഈ ഉള്ളിയുടെ വേരുള്ള ഭാഗം മണ്ണിലേക്ക് വരുന്ന രീതിയിൽ നട്ടു കൊടുക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ളിയുടെ പകുതി ഭാഗം മണ്ണിനടിയിൽ വരുന്ന രീതിയിൽ നട്ടു കൊടുത്താൽ മതി. ഉള്ളി ഫുള്ളായിട്ട് മണ്ണിനടിയിൽ മൂടരുത്. ഞാനിവിടെ ഒരു 6 ഉള്ളിയാണ് നട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നല്ല ഇളക്കമുള്ളതും നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. ഒരിക്കലും മണ്ണ് ഉറഞ്ഞ് കട്ടിയിൽ കിടക്കരുത്. ഉള്ളിയുടെ ചുവട്ടിൽ എപ്പോഴും ഒരു നനവുണ്ടായിരിക്കണം. എന്ന് വെച്ച് വെള്ളം കെട്ടിക്കിടക്കരുത്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വെള്ളം ചുവട്ടിൽ കെട്ടി നിൽപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിന്നാൽ ഉള്ളി ചീഞ്ഞു പോകും. അതുപോലെ തുടർച്ചയായിട്ടുള്ള മഴയൊക്കെ ആണെങ്കിൽ 1-2 ദിവസത്തേക്കൊക്കെ വീടിൻ്റെ ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഇതുപോലത്തെ തെർമോക്കോളോ ഗ്രോ ബാഗോ ഒക്കെ ആണെങ്കിൽ മഴയാണെങ്കിൽ പോലും മാറ്റി വെക്കാൻ എളുപ്പമാണ്. കാരണം നമ്മൾ ഇതിൽ കൂടുതലും കാർഡ്ബോർഡ് കഷ്ണങ്ങളും കരികിലയും പച്ചിലകളും ഒക്കെ ആയതുകൊണ്ട് ഒട്ടും ഭാരമില്ല. അതുപോലെ ഉള്ളിക്കൃഷിയിൽ അത്യാവശ്യം നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കണം. ഇനി നമ്മൾ ഇത് എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് 3 ആഴ്ച കഴിഞ്ഞതാണ്. അതായത് ഞാൻ ഉള്ളി നട്ടതിന് ശേഷം 1 ആഴ്ച ആയപ്പോഴാണ് മുളച്ച് വന്നത്. മുളച്ച് വന്നതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞതാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഓരോ 15 ദിവസവും കൂടുമ്പോഴും നമ്മൾ ഇതിൽ വളപ്രയോഗം ചെയ്യണം. വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് ഒരു വളവും മേടിച്ച് ചേർക്കണ്ട. നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് തയ്യാറാക്കിയ ജൈവവളം മതി. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2-3 വളങ്ങളാണ് ഞാൻ ഈ ഓരോ 15 ദിവസവും കൂടുമ്പോഴും മാറി മാറി ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല എഫക്റ്റുള്ള വളമാണിത്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല വിളവ് കിട്ടുന്നതായിരിക്കും.
ഉള്ളിക്കൃഷിക്ക് ഒരുപാട് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നൈട്രജൻ അടങ്ങിയ വളമാണ് ഇതിന് വേണ്ടത്. നിങ്ങളുടെ കൈവശം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതുമാത്രം മതി. ഇടയ്ക്ക് അല്പം ഇട്ട് കൊടുത്താൽ മതി. ചാണകപ്പൊടി കിട്ടാത്തവരാണെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ വളം ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചിലവളം പുളിപ്പിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ചേർത്തിട്ടുള്ള എല്ലാ പച്ചിലകളും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. ശീമക്കൊന്നയുടെ ഇല ഒഴിവാക്കരുത്. അതെടുത്ത് പുളിപ്പിച്ചതിന് ശേഷം 2 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം ഒഴിച്ചാൽ മതി. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉള്ളി വിളവെടുക്കുന്നതിന് 10 ദിവസം മുന്നേ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കംപ്ലീറ്റ് നിർത്തണം. എങ്കിൽ മാത്രമേ ഉള്ളിയുടെ യഥാർത്ഥ നിറത്തിൽ നല്ല ഡ്രൈ ആയിട്ട് ഉള്ളി കിട്ടുകയുള്ളൂ. അതിനുശേഷം ഒരു 2 ദിവസത്തെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം എടുത്തു വെച്ചാൽ ദീർഘനാൾ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നത് 3 മാസം പൂർത്തിയായതാണ്. നമുക്ക് ഉള്ളി വിളവെടുക്കാൻ സമയമായി. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് അല്പം മണ്ണ് മാറ്റിയിട്ട് ഉള്ളി എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഉള്ളിക്ക് ഒരുപാട് ആഴത്തിലുള്ള വേരൊന്നുമില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഉള്ളി വെച്ചതിൽ നിന്ന് 8-10 എണ്ണം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഉള്ളിയും എടുക്കട്ടെ. അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളികളാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നാടൻ ഉള്ളി എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ഉള്ളിയാണ് കിട്ടിയിരിക്കുന്നത്. നാടൻ ഉള്ളിക്കാണ് വലിപ്പം കൂടിയ സബോള ഉള്ളിയേക്കാൾ ടേസ്റ്റ് കൂടുതൽ. ഇതുപോലത്തെ ഒരു 6 ഉള്ളിയാണ് നമ്മൾ ഈ തെർമോക്കോളിൽ വെച്ചത്. ഇപ്പോൾ നമുക്ക് എന്തുമാത്രം ഉള്ളിയാണ് കിട്ടിയിരിക്കുന്നത്? ഏകദേശം ഒരു 50-60 ഉള്ളിയോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഴക്കാല സമയത്ത് നമുക്ക് ഇതുപോലത്തെ തെർമോക്കോളോ ഗ്രോ ബാഗോ ഒക്കെ വെച്ച് കൃഷി ചെയ്യാം. മഴയുടെ സീസൺ കഴിഞ്ഞാൽ നേരിട്ട് മണ്ണിലും നന്നായിട്ട് ഉള്ളിക്കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഉള്ളിക്കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് വെച്ചാൽ ഒക്ടോബർ മാസം തൊട്ടാണ്. അതായത് ഏപ്രിൽ മെയ് മാസത്തോടെ വിളവെടുപ്പ് കഴിയണം. ആ രീതിയിൽ വേണം നേരിട്ട് മണ്ണിൽ നടുന്നവർ കൃഷി ചെയ്യാൻ. ഉള്ളിക്ക് പൂർണ്ണ വളർച്ച എത്താൻ വേണ്ട സമയം 3 തൊട്ട് 4 മാസം വരെയാണ്. അപ്പോൾ ഞാൻ ഈ തെർമോക്കോളിൽ നട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ 2 പാത്രത്തിലും നട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വിളവെടുപ്പ് കൂടി ഒരാഴ്ചയ്ക്ക് ശേഷം ഇതിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഉള്ളി വിളവെടുക്കാൻ സമയമായെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിത്തണ്ട് വാടി ഉണങ്ങിപ്പോകുന്ന സ്റ്റേജാണ് പാകമായെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മൾ നട്ട ഒരു ഉള്ളിയിൽ നിന്ന് തന്നെ ഒരുപാട് ഉള്ളികൾ പുറത്തോട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. സാധാരണ കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ മണ്ണിനടിയിലായിട്ടാണ് വളരുന്നത്. എന്നാൽ ഉള്ളി മണ്ണിന് മുകളിലായിട്ടാണ് വളരുന്നത്. അതുപോലെ ആ ഉള്ളി ഞെക്കി നോക്കുമ്പോൾ നല്ല കട്ടി തോന്നും. ഇങ്ങനെയൊക്കെ നോക്കിയാണ് ഉള്ളി വിളവെടുക്കാൻ സമയമായെന്ന് മനസ്സിലാക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ 4 എണ്ണം വീതമാണ് ഉള്ളി നട്ടത്. അങ്ങനെ 8 ഉള്ളിയിൽ നിന്ന് ഏകദേശം നമുക്കൊരു 250 ഗ്രാം ഉള്ളിയോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഉള്ളിക്കൃഷി നന്നായിട്ട് വിളവെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഉള്ളി വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.